ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് GTA 4 ആട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് നമ്മൾ ഇന്ന് കളിക്കാൻ പോകാട്ടോ. ഇതെങ്ങനെ കയറ്റേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചുതരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുക, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ചെറിയൊരു ഇൻട്രോ അടിച്ചു തരാം കേട്ടോ, എങ്ങനെ കളിക്കണ്ടെന്നൊക്കെ. ഇത് തുടങ്ങുന്നതിന് വരെ കാത്തുക്കാട്ടോ. അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സുമ നെക്കിയ ചാടൂട്ടോ. എന്നുവെച്ചാൽ അപ്പുറത്തേക്ക് ചാടാം, അങ്ങനെയൊക്കെ. ഏമ നെക്കിയ മണ്ട. ഇതിൻ്റെ വ്യൂ ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും തോന്നും കളിച്ചാനൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൺട്രോളൊക്കെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയൊന്നും അത്രക്കൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഏമ നെക്കിയ മണ്ട കേട്ടോ. ഇനി ഗൈസ് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, റേഞ്ചിൻ്റെ കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യണ്ട. വൈമ നോക്കിയാ വണ്ടി കയറാം. വൈമ നോക്കി ആർട്ടിമ നോക്കിയ വണ്ടി വേണം. പിന്നെ ആർബിമ നോക്കിയ ബ്രേക്ക് ഉണ്ടാവും. എൽടിമ നോക്കിയ ബാക്ക് എടുക്കട്ടെ ഗൈസ്. റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാട്ടോ കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടാവണത്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അത് ചെറിയൊരു ഫിസിക്സ് നടത്തിയാലോ എന്ന് കരുതാട്ടോ. വണ്ടിന്ന് ഏതെങ്കിലും മതിലിന് ചെന്നടിച്ചാൽ അപ്പം നമുക്ക് വണ്ടിന്ന് ചില്ലൊക്കെ പൊട്ടിച്ച് തെറിച്ചാണ് പോകും. അപ്പോൾ അതിൻ്റെ ഇൻട്രോ ഒക്കെ കാണിക്കാം. നിങ്ങൾക്ക് വണ്ടി ഓട്ടാൻ അറിയണമെങ്കിൽ സ്റ്റിയറിംഗിൽ കേട്ടോ, മറ്റേ ജോയ്സ്റ്റിക് കൊണ്ടാട്ടോ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ ഇടിച്ച് എക്സും നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ, ചാടി കയറാം അല്ലെങ്കിൽ ചാടാം, അങ്ങനെയൊക്കെ പറ്റൂല ഇതിൽ. അപ്പോൾ ചില സമയത്ത് നീക്കോ തൂങ്ങിക്കും. ക്യാരക്ടർ തൂങ്ങിക്കുകയാണെങ്കിൽ ഡബിൾ ടാപ്പ് എക്സുമ നോക്കിയാൽ കിട്ടോ. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരുന്നുണ്ട്. എങ്ങനെ കളിച്ചേണ്ടതും പിന്നെ GTA 4 എങ്ങനെ കളിച്ചേണ്ടതൊക്കെ കാണിച്ചുതരാം. ആദ്യം ചിക്കി ക്ലൗഡ് ഗെയിം സെർച്ച് ചെയ്യാം. അപ്പോൾ ചിക്കി ക്ലൗഡിൽ നിന്ന് കിട്ടും. ഇതല്ല, മാറിപ്പോൾ അതാണ്. ചിക്കി ക്ലൗഡ് ഗെയിം സെർച്ച് ചെയ്യാം. അപ്പോൾ രണ്ടാമത് അത് ഇതാട്ടോ. അപ്പോൾ ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കണ്ട് ഓപ്പൺ ചെയ്യാം. അതിൽ മീമ നിൽക്കുക, അടിയിൽ മീമെന്നുണ്ടാവും. നമ്മൾ പ്രൊഫൈലൊക്കെ ലോഗിൻ ചെയ്യാൻ ഞാൻ ഇപ്പോൾ ബ്ലർ ചെയ്ത് വെച്ചിട്ടാണ്. അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യണം കേട്ടോ, ഏതെങ്കിലും അക്കൗണ്ട് എടുത്തുകൊണ്ട്. പിന്നെ ഇവിടെ ടാസ്ക് എന്നുണ്ടാവും, അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ വട്ടം വരച്ച് തരാം. ടാസ്ക് എന്നുണ്ട്, അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. അറിയാതെ പോരാട്ടോ. അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ കുറേ ചെക്ക് വെക്കുന്നൊക്കെ ഉണ്ടാവും. അതിന് നിങ്ങൾ പരസ്യം കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അതിൽ ഡെയിലി ആണെങ്കിൽ ഇതിന്മേൽ ക്ലിക്ക് ചെയ്യാം. ഇനി അത് ക്ലിക്ക് ചെയ്ത് പൈസ ഇനി കൂടുന്നുണ്ടെങ്കിൽ വീക്ക് എടുത്തുകൊണ്ട് അതിലും കാണാം. അത് ഏറ്റവും താഴെ ഉണ്ടാവും. അതിമീൻ ക്ലിക്ക് ചെയ്യുക. അങ്ങോട്ട് പരസ്യം ഇങ്ങനെ കണ്ട് മൊത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നിങ്ങൾ കളിക്കാട്ടോ. പിന്നെ ന്യൂബിയോ അങ്ങനത്തെ പേരുണ്ട്. അതിൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഇതിലെടുക്കാം കേട്ടോ. അതിലും ഉണ്ടാവും ഫസ്റ്റ് ടൈം കളിച്ചുമ്പോഴൊക്കെ. പിന്നെ ഇതിൽ അച്ചീവ്മെൻ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ ഒക്കെ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ മണിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ
നമുക്കിന്ന് കളിയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ GTA 4 GTA 5 എല്ലാ ഗെയിമും ഉണ്ട് കേട്ടോ. എല്ലാ PC ഗെയിമും അവൈലബിൾ ആട്ടോ ഗൈസ്. ഞാൻ ഇപ്പോൾ ന്യൂ GTA 4 അല്ല, സാധാ GTA 4 ആണ് എടുത്തിക്കണേ. ന്യൂ GTA 4 എടുത്താൽ കാരണം കുറേ പേരുണ്ടാവും, അതുകൊണ്ട് ഞാൻ GTA 4 സാധാ എടുത്തിക്കണേ. പിന്നെ ഈ റെഗുലർ കണ്ടോ, അതിമ ക്ലിക്ക് ചെയ്താൽ അത് 5-10 പേര് കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മൊത്തം കഴിഞ്ഞാൽ അപ്പോൾ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിമ ക്ലിക്ക് ചെയ്യാം. നമ്മൾ കൊച്ചി വീട്ടിലേക്ക് മാറിയ ശേഷം ലൈഫ് എല്ലാം പെട്ടെന്ന് തന്നെ ട്രാക്കിലേക്കായി. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ കളി കടന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ കളിച്ചോണ്ടെന്നൊക്കെ ഇതിൽ കാണിച്ചു. അപ്പോൾ നമുക്ക് സാധാ GTA 4 3 തരമുണ്ട്. GTA 4 ഉണ്ട്, GTA ലിബറി സിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഞാൻ ഒരു വട്ടം വരച്ചില്ല ഗൈസ്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഈ കൺട്രോളൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഏമ നക്കിയാൽ ഞാൻ വരച്ചു തരാം. ഏമ നക്കിയാൽ സെലക്ട് ചെയ്യാം കേട്ടോ. അയിമ നക്കിയാൽ അവിടെ 2 ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തിക്കണേ ടോണി എന്ന് പറഞ്ഞാണ്ട് കേട്ടോ, ദ ബാലഡ് ഓഫ് ടോണി എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരും. ചില സമയത്ത് നിങ്ങൾക്ക് കുറേ എന്തൊക്കെയോ കാണിച്ചു തരും. ഇതിങ്ങനെയല്ല, വേറെ എന്തൊക്കെയോ കാണിച്ചു തരും. അത് നിങ്ങൾ ഏമ നോക്കിയാൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പം കളി തുടങ്ങുകയാണ്. ഈ സമയം കളി തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയം കളി തുടങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏമ നക്കിയാൽ മതി, അപ്പോൾ തന്നാലെ മാറിക്കോളും. ഇപ്പം ഞാൻ അതിൽ മൊത്തമായിട്ട് കളിച്ചുകൊണ്ടിരുന്നില്ല, തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാട്ടി തന്നാട്ടോ ഗൈസ്. ഇപ്പം ഞാൻ വരച്ചതിൽ ജോയ്സ്റ്റിക്ക് RT ആക്സിലേറ്ററും കൂട്ടുക, RB ബ്രേക്കും ഹാൻഡ് ബ്രേക്കൊക്കെ പിടിച്ചാൽ, RS ഒക്കെയാൽ ബാക്കൊക്കെ മിററും നോക്കാം, ബീമ നോക്കിയാൽ തല്ലൂട അങ്ങനെയൊക്കെ ഉണ്ടാവും, ഏമ നോക്കിയാൽ മണ്ടാം, എക്സുമ നോക്കിയാൽ ചാടണതൊക്കെ കേട്ടോ. പിന്നെ വൈമ നോക്കിയാൽ കാർമൊക്കെ കയറും. പിന്നെ ഇപ്പം ഞാൻ ഒരു വട്ടം വരച്ച് എന്തായാലും നമുക്ക് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും കേട്ടോ. LSമ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞിരിക്കാം. LTമ നോക്കിയാൽ പിന്നെ റിവേഴ്സ് ഗിയർ എടുക്കാം കേട്ടോ. ഇനി LBമ നോക്കിയാൽ എനിക്കറിയില്ല. പിന്നെ മറ്റേ റീചാർജ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ അവിടെ 3 കുത്തുണ്ട്, 3 വരവായി, അതിനൊക്കെ മേപ്പ് കൊടുക്കാം. Well, tell me if you're running a skim job. 100% legitimate, Luis. You know me. Total transparency. Sometimes I wonder if you brought me on as a partner just to share the blame when the IRS comes knocking. I was investing in your industry and acumen. Don't look for anything sinister here. That's what you say, Dick. But I'm kind of suspicious. Maybe witnessing that robbery made me paranoid. And maybe he's just hanging out with you. Who the fuck knows? അതിൻ്റെ തീർന്നപ്പോൾ ഞാൻ നിർത്തിയാ. നമുക്ക് നാളെ കാണാം വേറെ വീഡിയോസ് ആയിട്ട്. നമുക്ക് ഇനി GTA San Andreas കളിച്ചിടാം. ഞാൻ പോയിട്ടോ, ബൈ.